അക്വപോണിക്സിലെ സൈഫണിൻ്റെ ഉപയോഗം. നമ്മൾ ഇതിൽ മത്സ്യം ഗിഫ്റ്റ് തിലാപ്പിയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ ഈ തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങൾക്ക് എയറേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയറേഷന് പകരമായിട്ടാണ് ഇതുപോലുള്ളൊരു എക്സ്റ്റേണൽ സൈഫൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സൈഫൺ നമ്മൾ ഈ ഒരു ടാങ്കിൽ 2 സൈഫണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്രോ ബെഡിൻ്റെ ലാസ്റ്റ് വരുന്ന 2 ഭാഗത്തായിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ സൈഫൺ വെച്ചിരിക്കുന്നത്. സൈഫണിൻ്റെ പ്രവർത്തന രീതി, നമ്മൾ ഈ ഒരു അക്വപോണിക്സിൽ നമ്മളൊരു ടൈമർ ഉപയോഗിക്കുന്നുണ്ട്. സൈഫൺ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതെല്ലാം 1 ഇഞ്ച് പൈപ്പിലാണ് ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഒരു ടീ ആണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് 1 അടി നീളത്തിലൊരു PVC കട്ട് ചെയ്യുക, 1 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ. എന്നിട്ട് അവിടുന്ന് ഒരു ബെൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെൻഡ് വന്നിട്ട് ഈ കാണുന്നൊരു PVC പൈപ്പ് ഉണ്ട്. ഈ താഴത്തോട്ട് വരുന്നൊരു PVC പൈപ്പ് നമ്മൾ ഗ്രോ ബെഡിൻ്റെ അടിവശം ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറൊരു എയർ ഫിൽറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു സൈഫൺ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേറൊരു എയർ ഫിൽറ്റർ ഇതിൽ ആവശ്യമില്ല. നമ്മൾ ഇതിൽ വളർത്തുന്ന മത്സ്യങ്ങൾ ഗിഫ്റ്റ് തിലാപ്പിയാണ്. ഈ വരാൽ പോലുള്ള മത്സ്യങ്ങൾക്ക് നമുക്ക് എയറേഷൻ്റെ ആവശ്യമില്ല. തിലാപ്പി പോലുള്ള മത്സ്യങ്ങൾക്ക് എയറേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളത് അവർക്ക് ഓക്സിജൻ ലയിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സൈഫൺ നിർമ്മിക്കുന്നത്. ഈ ഒരു ടാങ്കിൽ നമുക്ക് 2 ഭാഗത്തായിട്ടാണ് എക്സ്റ്റേണൽ സൈഫൺ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഓക്സിജൻ ലഭിക്കും. ഈ അക്വപോണിക്സ് കൃഷി രീതിയിലോട്ട് മാറാനുള്ള കാരണം നമുക്ക് സ്ഥലപരിമിതി കാരണമാണ്. നമ്മൾ ഈ കൃഷിക്ക് 1 ഏക്കർ സ്ഥലങ്ങളൊന്നും വേണ്ട, ഉള്ള സ്ഥലത്താണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു അക്വപോണിക്സ് സിസ്റ്റം. ഈ ഒരു ഫിഷ് ടാങ്കിൽ നമ്മൾ മത്സ്യങ്ങളെ വളർത്തുന്നു, അവരുടെ വിസർജനങ്ങിയ വെള്ളം ഗ്രോ ബെഡിൽ എത്തിക്കുന്നു ഒരു പമ്പ് വഴി. മെറ്റലിലാണ് നമ്മൾ ഈ പച്ചക്കറി തൈകളൊക്കെ നടുന്നത്. നമ്മൾ മത്സ്യങ്ങളെയും വളർത്തുന്നു, നമുക്ക് ശുദ്ധമായ പച്ചക്കറികൾ നമുക്ക് ലഭിക്കും. ഈ മത്സ്യങ്ങൾക്ക് നമുക്ക് തീറ്റ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് BSF ലാർവ കൊടുക്കാം. അതുപോലെ തന്നെ തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങൾക്ക് നമുക്ക് അസോള കൊടുക്കാം. അങ്ങനെ എല്ലാം സിമ്പിളാണ്. നമുക്ക് ഒരു പ്രാവശ്യമുള്ള മെനക്കെട് മാത്രമേ ഉള്ളൂ.